മലയാള സിനിമയുടെ മാറുന്ന കാഴ്ചകളെയും വിപണന രീതികളെയും കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം മലയാള സിനിമയ്ക്ക് മുന്നിൽ വലിയൊരു വിപണിയാണ് OTT പ്ലാറ്റ്ഫോമുകൾ തുറന്നുകൊടുത്തത്. നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വരുമാന മാർഗം മാത്രമായിരുന്നില്ല, മറിച്ച് ഭാഷയുടെ അതിരുകൾ ഭേദിച്ച തങ്ങളുടെ സൃഷ്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും എത്തിക്കുവാനുള്ള മികച്ചൊരു ചാനൽ കൂടിയായിരുന്നു OTT പ്ലാറ്റ്ഫോമുകൾ. OTT പ്ലാറ്റ്ഫോമുകളുടെ കടന്നുവരവ് സിനിമാ നിർമ്മാണത്തിലും റിലീസിംഗിലും വലിയൊരു മാറ്റത്തിന് തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് തിയേറ്ററുകൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യം സിനിമാ ലോകത്ത് പുതിയൊരു ട്രെൻഡിന് തുടക്കമിട്ടു. റിലീസ് ചെയ്യുന്നതിന് പകരം OTTയിൽ നേരിട്ട് സിനിമകൾ റിലീസ് ചെയ്യുക എന്ന രീതി പല നിർമ്മാതാക്കളും പരീക്ഷിച്ചു. ഇത് പിന്നീടൊരു രീതിയായി മാറുകയും OTT റിലീസിനായി മാത്രം സിനിമകൾ ഒരുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. തിയേറ്ററുകളിലെ കുറച്ചു ദിവസത്തെ പ്രദർശനത്തിന് ശേഷം സിനിമയുടെ മാർക്കറ്റ് വാല്യൂ നഷ്ടപ്പെടാതെ നേരിട്ട് OTTയിലേക്ക് നൽകുന്നതും ഇപ്പോൾ മലയാളത്തിൽ സ്ഥിരമായി കാണുന്നുമുണ്ട്. എങ്കിലും ഈ മേഖലയിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. തിയേറ്ററിൽ റിലീസ് ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും OTTയിൽ റിലീസ് ചെയ്യാൻ കഴിയാത്ത നിരവധി മലയാള ചിത്രങ്ങൾ ഇപ്പോൾ പെട്ടിയിലിരിപ്പുണ്ട്. ഈ സിനിമകൾ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരാത്തതും നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്ന തുകയും OTT പ്ലാറ്റ്ഫോമുകൾ വാഗ്ദാനം ചെയ്യുന്ന തുകയും തമ്മിലുള്ള അന്തരം ഒത്തുപോകാൻ കഴിയാത്തതും ഒക്കെയാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. ഇത്തരത്തിൽ റിലീസ് അനിശ്ചിതത്വത്തിലായ ചിത്രങ്ങളുടെ പട്ടിക നീളുകയാണ്. ഈ ലിസ്റ്റിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ ബസൂക്ക. ഡീനോ ഡെന്നിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ ഹൈപ്പിലായിരുന്നു എത്തിയത്. എന്നാൽ പ്രേക്ഷക പ്രതീക്ഷകൾക്കൊത്ത് ഉയരുവാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല. ഈ ചിത്രം ZEE5 പ്ലാറ്റ്ഫോമിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇരു കൂട്ടരും തമ്മിൽ ഇതുവരെ അന്തിമ ധാരണയിൽ എത്തിയിട്ടുമില്ല. അതുപോലെ തന്നെയാണ് നിവിൻ പോളി നായകനായ രാമചന്ദ്ര ബോസ് ആൻഡ് കോയും ലിസ്റ്റിൽ പ്രധാനമായിട്ടുള്ളത്. മാർക്കോ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ ഹനീഫ് അദേനി ഒരുക്കിയ ഈ ചിത്രം തിയേറ്ററുകളിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ദിലീപ് നായകനായ തങ്കമണിയും ബാന്ദ്രയും OTT റിലീസ് വൈകുന്ന ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി പ്രമുഖ OTT സൈറ്റായ സൈന ഏറ്റെടുത്തതായി വാർത്തകൾ വന്നെങ്കിലും സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടുമില്ല. അരുൺ ഗോപി സംവിധാനം ചെയ്ത ബാന്ദ്രയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഇതുകൂടാതെ ഷെയ്ൻ നിഗം നായകനായ ബൾട്ടി ബോക്സ് ഓഫീസിൽ ശരാശരി പ്രകടനം മാത്രമാണ് കാഴ്ചവെച്ചത്. ജനുവരി 9 ആമസോൺ പ്രൈമിലൂടെ ചിത്രം റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കരാറിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റിലീസ് നീണ്ടുപോവുകയാണ് ചെയ്തത്. കൂടാതെ ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട്, മൈ ഗോഡ്, പ്രേതമുണ്ട സൂക്ഷിക്കുക, പ്രാണ, 1774, വൈറ്റ് ആൾട്ടോ, ഹാൽ, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ ചിത്രങ്ങളും OTT റിലീസിനായി കാത്തിരിക്കുന്നവയാണ്. ചുരുക്കത്തിൽ OTT എന്നത് മലയാള സിനിമയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നുവെങ്കിലും ഇന്ന് അത് ഒരുതരം അനിശ്ചിതത്വത്തിന്റെ വേദിയായി മാറിക്കഴിഞ്ഞു. നിർമ്മാതാക്കളും OTT പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള തർക്കങ്ങളും ബിസിനസ് താല്പര്യങ്ങളിലെ വ്യത്യാസങ്ങളും എങ്ങനെ പരിഹരിക്കപ്പെടും എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ ചിത്രങ്ങളുടെ റിലീസിംഗ് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.